അപ്പൊ തുടങ്ങാം. സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? രഹസ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് പരസ്യമാക്കുക എന്ന് പറയുന്ന പാടില്ലാത്ത കാര്യമല്ല. അതിന് ഒരു ബുദ്ധി വേണം, അതിവനില്ല. അപ്പൊ നിങ്ങളെ വിളിച്ച ആൾക്കാരുടെ കുഴപ്പമാണ്. അതെ, തീർച്ചയായിട്ടും. അക്ബറെ, എന്തിനാണ് അക്ബറെ വിളിച്ചത്? അങ്ങനെയൊക്കെ വഴിയില്ലോ. ഒരു സീക്രട്ട് ടാസ്കിനെ എങ്ങനെ മോശമാക്കി, ഒരു ഗെയിമിനെ എങ്ങനെ കുളമാക്കാൻ അതിൽ PhD എടുത്ത ആളാണ്. ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. ഞാൻ ഏത് ഗെയിമാണ് മോശമാക്കിയത്? ലക്ഷ്മി, ഏത് ഗെയിമാണ് ഷാനവാസ് കുളമാക്കിയെന്ന് പറഞ്ഞു? ഇതിനു മുന്നേ ഫാക്ടറി ടാസ്ക് കുളമാക്കുന്നത് കണ്ടിട്ടുണ്ട്. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. അത് അന്നത്തെ ചോരത്തിളപ്പിന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു ശകലം സമയം പോലും കൊടുത്തു എല്ലാവരോടും പോയി പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? അതൊരു പുതിയ കാര്യമല്ലല്ലോ. ഒരു സീക്രട്ട് ഗെയിം നടക്കുന്നുണ്ട്, അത് ചെയ്തു. അതെന്തിനാണ് ഷാനവാസ് ആ ഗെയിമിനെ അപ്പൊ ഇല്ലാതാക്കിയില്ലേ? വെരി ക്ലിയർ അബൌട്ട് ഇറ്റ്. ദിസ് ഈസ് റോങ്. ഒരു കയ്യബദ്ധം. ഒന്നാമത് എനിക്ക് ഇതിന് മുൻ പരിചയം, ഈ സീക്രട്ട് ടാസ്ക് എന്ന് പറഞ്ഞ സംഭവത്തിനെ കുറിച്ച് എനിക്ക് അറിയില്ല. എനിക്കൊരു മുൻ പരിചയം പഠിപ്പിക്കണേ. പിന്നെ നാണക്കെടുത്തി. ഞാൻ എല്ലാ ആഴ്ചയും കാണാൻ വേണ്ടി ഞാൻ നിങ്ങളോട് സംസാരിക്കാനാണ്. നിങ്ങൾക്ക് മര്യാദയ്ക്ക് ഇരുന്ന് എൻ്റെ അടുത്ത് സംസാരിക്കാമെങ്കിൽ ഞാൻ സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോ. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? ഒരാൾ സംസാരിക്കുമ്പോൾ അയാൾക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുത്താൽ എന്താ പ്രയാസം? അതിൻ്റെ ഇടയിൽ നിങ്ങൾ സംസാരിച്ച ഞാൻ പിന്നെ എന്തിനാ അവിടെ നിൽക്കുന്നത്? അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? ഷാനവാസ്, ഞാൻ വീണ്ടും പറയുന്നു, ഷാനവാസാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ളേ. അയാൾക്ക് സംസാരിക്കാനും വേറൊരാൾക്ക് സംസാരിക്കാനും അവസരം കൊടുത്താൽ ഞാൻ പറയുന്നത് ഇപ്പൊ തന്നെ നോക്കൂ. എനിക്ക് മടുത്തടാ, ഞാൻ എന്റെ ജീവൻ കൊടുക്കാൻ പോകും. അതിൽ എനിക്ക് വലിയ പരാതി ഒന്നുമില്ല. നിങ്ങൾ അത് കഴിഞ്ഞിട്ട് സംസാരിച്ചോളൂ. ഷാനവാസിന് എല്ലാ ഈ ഗെയിം കുളമാക്കി കൊടുത്തിട്ട് താൻ വലിയൊരു മിടുക്കനായി എന്നൊരു തോന്നൽ ഉണ്ടാകുന്നുണ്ടോ? അക്ബർ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഉണ്ടോ? പിന്നല്ലാണ്ട് ഇവിടെ തന്നെ എത്രയോ വട്ടം ഞാൻ സാവുചായിട്ടുള്ളപ്പോൾ പറഞ്ഞു ഞാനത് കൊളാക്കി, എന്നെ കൺവിൻസ് ചെയ്യാൻ. ഞാനും ഇന്ന് വരെ ബിഗ് ബോസിന്റെ ഒരു എപ്പിസോഡ് പോലും ഞാൻ കണ്ടിട്ടില്ല. കുറെ റീൽസും കട്ട്സും ഷോർട്സും കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഇതിന്റെ ഗെയിം എങ്ങനെയാണ്, ഗെയിം പ്ലാൻ എങ്ങനെയാണ്, എങ്ങനെ കളിക്കുക ഒന്നും എനിക്കറിയില്ല. ഇത്രയും ദിവസമായിട്ട് ഒന്നും മനസ്സിലായിട്ടില്ല ഇവിടെ വന്ന്. അതല്ല ഉദ്ദേശം. ഇന്ന് രാത്രി നടന്നൊരു വഴക്ക്, ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണോ? ഞാനും നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു വഴക്ക്? അല്ല, എന്താ അറിഞ്ഞൂടാത്ത പോലെ നിൽക്കുന്നത്? ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങടും ഇങ്ങടും ഇട്ടങ്ങോട്ട് ഒരിക്കൽ. അല്ല, ഞാൻ ഏതാന്ന് മനസ്സിലായില്ല. കുറെ ഉണ്ടോ? ഷാനവാസ് ഒരിക്കലും അമ്മയെ പറഞ്ഞിട്ടില്ല. ആരുടെയും പറഞ്ഞിട്ടുണ്ടോ? എല്ലാവരുടെ അച്ഛനെ പറഞ്ഞിട്ടുണ്ടോ? എന്റെ അമ്മയെ നാട്ടിച്ച്. നിങ്ങൾ വലിയ ഫ്രണ്ട് അല്ലേ? പറഞ്ഞിട്ടുണ്ടോ? എന്റെ ഷാനവാസ്, ഒരു മിനിറ്റ്, ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ സംസാരിക്കും, ഇവിടെ വരൂ. ഞാൻ കുറച്ച് ഓവറായില്ലേ? ഷാനവാസ്, അയാളൊന്ന് സംസാരിക്കാൻ സമ്മതിക്കില്ലേ നിങ്ങളെ? ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഇറങ്ങിപ്പോണോ? ഇപ്പൊ പഴയ സ്റ്റാൻഡേർഡ് ഇല്ല, അലമ്പായി പോയി സാറേ, ഭയങ്കര അലമ്പായി പോയി. നിങ്ങൾ എതിരെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്ര ടെൻഷൻ? അല്ല, അയാൾ പറയട്ടെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടുക. അയാളല്ലേ സംസാരിക്കാൻ വിളിച്ചേ? അയാൾക്ക് നിങ്ങൾ ആരും സംസാരിക്കാൻ വിളിച്ചാൽ നിങ്ങൾ എന്തിനാ ഇങ്ങനെ കൈവക്കി കാണിക്കുന്നത്? എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പും. എല്ലാരും ഇങ്ങനെ കൈ കാണിക്കാറുണ്ട്. അപ്പൊ ഞാൻ കൈ കാണിച്ചു. അല്ല, ആയിക്കോട്ടെ, അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്. ഇപ്പൊ നിങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അയാൾക്കപ്പോൾ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ കൈ കാണിക്കും? ഇന്നും കിട്ടിയില്ലേ? ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഒരു മിനിറ്റ്, നിങ്ങൾ പറയൂ, കേക്കട്ടെ, പറയൂ. അയാൾ പിന്നെ അല്ലല്ല, ഷാനവാസ് പറയൂ, എണീക്കൂ. കിട്ടിയല്ലോ, ഇനി എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പൊ ഷാനവാസ്, വളരെ ആത്മാർത്ഥമായ ഷാനവാസിന് ഞാനൊരു 7ന്റെ പണി തരുന്നുണ്ട്. താങ്ക് യു. താങ്ക് യു എന്ന് പറയണ്ട, അല്ല, ഒരുപാട് നന്ദി പറയേണ്ടി വരും ഷോ കഴിയുന്നതിന് മുമ്പ്. കുഴപ്പമില്ല. ഇളക്കല്ലേ? അല്ല സാർ, ആളറിയാതെ വേണ്ട, അഭ്യാസം നടക്കണ്ട.